നമ്മായിരിക്കുന്ന ഈ ലോകം വളരെ മനോഹരമാണ്. ഈ ഭൂമിയുടെ ആ വിസ്തൃതമായിരിക്കുന്ന ഭൂഖണ്ഡങ്ങളും അതിലുൾപ്പെട്ടിരിക്കുന്ന ഉയർച്ച താഴ്ചകളുള്ള ഇടങ്ങളും കാടുകളും മലകളും സമുദ്രങ്ങളും ഇതെല്ലാം അതിമനോഹരമാണ്. നമുക്കറിയാം, അതിമനോഹരമാണ്. ഈ പ്രകൃതി, അതിലുള്ള വൈവിധ്യം എല്ലാം അത്യന്തം ആകർഷണീയമാണ്. ഒരു ഭാഗത്തുള്ളവർ ഭൂമിയുടെ മറ്റൊരു ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നു അതിൻ്റെ കമനീയത കാണുവാൻ. ഭൂമിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യർ ചലിക്കാറുണ്ട്. ടു appreciate the beauty of the earth more and more. അധികം അതിനെ അഭിനന്ദിക്കുവാനും ആസ്വദിക്കുവാനും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാറുണ്ട്. അത്ര മനോഹരമാണ്, കണ്ടാൽ തീരാത്തവണ്ണം അവർണ്ണനീയമായിരിക്കുന്ന മനോഹാരിത, ഭംഗി ഈ പ്രകൃതിക്കുണ്ട്. ഈ പ്രകൃതിയുടെ സൗന്ദര്യം, ജീവജാലങ്ങളുടെ മനോഹാരിത, സസ്യ ലതാദികളുടെ മനോഹാരിത, ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് വളരെ അത്യത്ഭുതകരമായിട്ട് നോക്കാറുണ്ടെങ്കിൽ തന്നെയും ഒരു കാര്യം സാധാരണ മനുഷ്യരുടെ ശ്രദ്ധയിൽ വരാറില്ല. ഈ മനോഹരമായിരിക്കുന്ന സൃഷ്ടിയുടെയും ജീവജാലങ്ങളുടെയും സസ്യലതാദികളുടെയും ഒക്കെ പിൻപിൽ അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ജീവസന്ധാരണം, ഇതിൻ്റെ പിൻപിൽ പരിവർത്തിക്കുന്ന മഹാജ്ഞാനം, ഇതൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഇതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങൾ പെട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല, എൻ്റെ ശ്രദ്ധയിൽ പലപ്പോൾ വന്നിരിക്കുന്നൊരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. നമ്മളൊരു വഴിയോരത്തുകൂടി പോകുമ്പോൾ ആ വഴിയരികിൽ തന്നെ ശ്രദ്ധിക്കാത്ത ഇടത്ത് വളർന്നു നിൽക്കുന്ന ചില ചെടികൾ, ആ ചെടികൾ നാം ശ്രദ്ധിക്കുമ്പോൾ അത് നല്ല ആരോഗ്യകരമായിട്ട്, നല്ല പുഷ്ടിയുള്ളതായിട്ട് നിൽക്കുന്നു, തളിരുകളോടെ നിൽക്കുന്നു, നിറഞ്ഞ പൂക്കളോട് നിൽക്കുന്നു. ഇതാര് നട്ടു? ഇതിനാര് വെള്ളമൊഴിക്കുന്നു? ഇതിനാരാണ് വളമിടുന്നത്? ആരും ഇതൊന്നും കെയർ ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ എത്ര മനോഹരമായിട്ടാണ് ഈ സസ്യങ്ങൾ, പുഷ്പങ്ങൾ നിറഞ്ഞ് എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. വെളിമ്പ്രദേശങ്ങളിലും കുറ്റിക്കാടുകളിലും വഴിയോരങ്ങളിലും ഒക്കെയുള്ള ഈ അതിമനോഹരമായിരിക്കുന്ന പച്ച നിറഞ്ഞ ഹരിതമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന പുഷ്പങ്ങളോട് വിടർന്നു നിൽക്കുന്ന ഈ നാച്ചുറൽ ഗാർഡൻ, ഈ പ്രകൃതിയായുള്ള ഈ ഒരു പൂങ്കാവനം. എന്നാൽ നമ്മൾ ചിന്തിക്കുക, ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ചെടിയെ പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ നട്ടുവളർന്നൊരു ഗാർഡനിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിക്കുക. നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടോ? കുറച്ച് ചെറിയ രീതിയിൽ ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. വലിയ പാടമൊന്ന് വളർന്നു കിട്ടാൻ. വെള്ളമൊഴിക്കുന്നു, പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്ന് വളർന്നു കിട്ടാൻ വലിയ പാടാണ്. ഇനി അഥവാ വളർന്നു കിട്ടിയാലോ, തല ഒരിക്കലും നേരെ നിൽക്കത്തില്ല, ചരിഞ്ഞേ നിൽക്കത്തുള്ളൂ. വല്ല വടിയൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാലും വടിയിലോട്ടും ചാരിയേ നിൽക്കത്തുള്ളൂ. ജീവിച്ച് കിട്ടിയാൽ ഭാര്യ വലിയ ഭാഗ്യം, പുഷ്പിച്ച് കിട്ടിയാൽ അതിലും ഭാഗ്യം. ഇറ്റ്സ് എൻ ഐറണി. ഇതൊരു വിരോധാഭാസമല്ലേ? എന്നും വലിയ കെയറാണ് കൊടുക്കുന്നത്. വെള്ളമൊഴിക്കുന്നു, ആവശ്യം വളം നൽകുന്നു, എല്ലാ ശ്രദ്ധയും നൽകുന്നു. ഇതൊന്നും കിട്ടാത്തത് വളരെ മനോഹരമായിട്ട് തഴച്ചു വളരുന്നു. ഇത്ര ശ്രദ്ധ കിട്ടുന്നത് വളരുന്നില്ല. ദൈവത്തിൻ്റെ പ്രൊവിഷൻ, ദൈവത്തിൻ്റെ കരുതൽ, അതിന് ബദലായിട്ടൊന്നുമില്ല.
നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാളും എത്രയോ അധികമാണ്. ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യൻ്റെ ബലത്തെക്കാളും എത്ര അധികമാണ്. സംതിങ് ഗോഡ് സെഡ് ലെറ്റ് ഇറ്റ് ഗ്രോ അപ്പ്. അത് വളരട്ടെ എന്ന് മാത്രം പറയുന്ന ഒരു തത്വത്തിൻ്റെ മുമ്പിൽ വളരുന്ന വളർച്ച, എല്ലാ ശ്രദ്ധയും എല്ലാവിധമായിരിക്കുന്ന കെയറും പരിപാലനവും കൊടുക്കുമ്പോൾ അത് അത്രത്തോളം വരുന്നതായിട്ട് കാണുന്നില്ല. Everything of God is unique. The thought, the wisdom, the power, ദൈവികമായിരിക്കുന്ന ദൈവത്തിൽ നിന്നുള്ളതാണ് എല്ലാ ജ്ഞാനവും, ദൈവത്തിൻ്റെ കരുതലും, ദൈവത്തിൻ്റെ നടത്തിപ്പുകളും, ദൈവത്തോട് ചേർന്നുള്ള പോക്കുകളും ഇതൊരിക്കലും മനുഷ്യൻ്റെ രീതികളുമായിട്ട് താരതമ്യപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഗോഡ് ഈസ് ഗോഡ്. ദൈവം ദൈവമാണ് എന്നുള്ള ഒരു ബോധം വിശ്വസിക്കുന്നവരുടെ ഉള്ളിലുണ്ടായിരിക്കണം. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവർ, there is God, ദൈവമുണ്ട്. ദൈവമുണ്ട് വോട്ടിനിട്ടാൽ അധികം പേരും പറയും ദൈവമുണ്ടെന്ന്. അതല്ല വിഷയം. Who knows God is God, ദൈവം ദൈവമാണെന്നറിയുന്നവർ, തന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവനുമാണ്. God, the consciousness of God to grow more and abound. ദൈവിക ബോധം നമ്മുടെ അന്തരംഗത്തിൽ വളർന്ന് വർദ്ധിച്ചു വരേണ്ട ഒരു ബോധമാണ്. അത് തന്നെയാണ് നമ്മെയും വളർത്തുന്നത്. ഞാൻ പറയാം, നിങ്ങളുടെ ദൈവത്തിൻ്റെ വലിപ്പം അനുസരിച്ചാണ് നിങ്ങളുടെയും വലിപ്പം ഇരിക്കുന്നത്. അങ്ങനെ വലിപ്പ വ്യത്യാസമുള്ള ദൈവമുണ്ടോ? ഉണ്ട്. ചിലരുടെ ഹൃദയത്തിൽ ദൈവം വലിയ ദൈവമാണ്, അവരുടെ ജീവിതം വലിയ ജീവിതമാണ്. ചിലരുടെ ഹൃദയത്തിൽ ദൈവം ഒരു കൊച്ചു ദൈവമാണ്, അവരുടെ ജീവിതവും എന്താ പറയണ്ടേ, ഒരു ദുരിതമാണ്. ഗോഡ്, കർത്താവ് പറഞ്ഞ എന്താണ്? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, സ്റ്റോറപ്പ് ചെയ്യുന്നുമില്ല, നിങ്ങളുടെ ദൈവമായിരിക്കുന്ന പിതാവ് അവയ്ക്ക് വേണ്ടതൊക്കെയും കൊടുക്കുന്നു. റിയലി, ദാറ്റ്സ് വാട്ട് വി സീ. അതല്ലേ നാം കാണുന്നത്. വയലിലെ താമരയെ നോക്കുക, അത് നോക്കി, അവിടെ വീവിങ് ഒന്നും നടക്കുന്നില്ല, നൂല് നൂൽക്കുന്നില്ല, അധ്വാനിക്കുന്നില്ല. പിന്നെ ശലോമോന്റെ ബെസ്റ്റ് ഡ്രസ്, രാജകീയമായിരിക്കുന്ന ദാറ്റ് സ്കാർലറ്റ് റോയൽ ഡ്രസ്, ആ ചുവപ്പ് രാജകീയ വസ്ത്രം പോലും ഇവയിലൊന്നിലോളം പോലും ചമഞ്ഞിരുന്നില്ല, ഇത്ര മനോഹരമായിരുന്നില്ല. That is what God is and what God can. ദൈവം ആരായിരിക്കും, ദൈവത്തിന് എന്ത് കഴിയും, ദൈവത്തിനുള്ളവരുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ കാര്യം പറഞ്ഞു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകൃതിയെ വർണ്ണിക്കാനായിരുന്നില്ല, കുറച്ചു നേരം നല്ലൊരു കാര്യം പറഞ്ഞ് ജനറൽ നോളജിനും വേണ്ടി ആയിരുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു തത്വം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ശ്രദ്ധേയരായിരിക്കുന്ന ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ്, വിശുദ്ധ ബൈബിളിൽ നാം കാണുന്ന മഹനീയരായിരിക്കുന്ന ദൈവഭക്തന്മാരായിരിക്കുന്ന ശ്രേഷ്ഠരായിരിക്കുന്ന ആളുകളുടെ ജീവിതം നാം നോക്കിയാൽ, ആത്മീയ ഭാഷയിൽ ഞാൻ പറയുക കേട്ടോ, ആത്മീയ ഭാഷയിൽ ഇവരാരും വീട്ടിൽ വളർന്നവരല്ല, കാട്ടിൽ വളർന്നവരാണ്. നമ്മളെപ്പോലെ ഇല്ല ഞായറാഴ്ച ആരാധന കൂടി, വണ്ടർഫുൾ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പൊക്കെ കൂടി, കൊള്ളാം, ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധനയെ ഇങ്ങനൊന്നും കിട്ടിയിരുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷ കർത്താവെ സംസാരിച്ചിരിക്കണം. കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ സംസാരിക്കാത്തൊരു കുഴപ്പമേ ഉള്ളൂ, ഇതങ്ങോട്ട് സ്വീകരിക്കാൻ. അങ്ങനെയൊന്നും കിട്ടിയവരല്ല. അബ്രഹാം എവിടെയായിരുന്നു? ചാൾഡിയ, കൽദയ ദേശം. ഈ അബ്രഹാമിൻ്റെ പേരിലാണ് നമ്മളൊക്കെ ഈ കൽദയ ദേശം, ചാൾഡിയ എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് കേട്ടോ. നമ്മളുടെ പഠനത്തിൽ പോലും നോർമലി കിട്ടാത്തൊരു കാര്യമാണ്. ഓഫ്
കോഴ്സ് മെസപ്പൊട്ടോമിയ കുറച്ചുകൂടി ചരിത്രം, ഇതൊക്കെയും പക്ഷെ കൂടുതലും ബിബ്ലിക്കൽ സെൻസിലാണ് നമുക്ക് ഈ വാക്കുകൾ പരിചിതമായിരിക്കുന്നത്. അവിടെ ആരാ? നമുക്ക് അല്പം മാത്രമേ അറിയത്തുള്ളൂ. പേരകന്നും നാഹോർ എന്നൊക്കെ ചില, അതിനപ്പുറത്തും അബ്രാമിനെ കുറിച്ചൊരു വിവരവും ഇല്ല. വിഗ്രഹാരാധിയായിരുന്നെന്ന് മാത്രം നമുക്കറിയാം. ദൈവം പ്രത്യക്ഷനായി, ദൈവനെ വിളിച്ചു, ഇറങ്ങിത്തിരിച്ചു. ജീവിതം കഠിനമായിരുന്നു. പ്രായോഗികമായിട്ട് പറഞ്ഞാൽ. But that hard, difficult life, God was with him to soothen that walk. ആ കഠിന ജീവിതം, കഠിനമായിരിക്കുന്ന നടുക്ക് അബ്രഹാമിനോട് ദൈവം അതിനെ കുറച്ചുകൂടി സ്വീകാര്യമായിരിക്കുന്ന തൻ്റെ ജീവിതത്തെ കുറച്ചുകൂടെ സൂഥൻ ചെയ്യുവാൻ ദൈവ സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ പറയാം, കൂട്ടായ്മയില്ല. ആകെ ഉണ്ടായിരുന്ന സഹോദരൻ ഇട്ടേച്ചു പോയി. നീ ഒരു മണ്ടൻ, പൊക്കോ, ഞാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച് നടന്നിട്ടൊന്നും മാത്രം കാര്യം. ദൈവം വേണം, പക്ഷേ അങ്ങനെയങ്ങ് ദൈവമായില്ല ഒന്നും പറഞ്ഞു പോകരുത്. ഇതാ മിടുക്കന്മാരുടെ ഭാഷ്യം. ഒരുപാട് വിശ്വാസികൾ ഇത്രയും മിടുക്കുള്ളവരാണ്. ദൈവം വേണം, പക്ഷേ അത്രയും എല്ലാം ദൈവമാണെന്ന് കരുതരുത്. നമുക്ക് ബുദ്ധിയൂടെ വേണം. അങ്ങനെ പറഞ്ഞാൽ അബ്രാം ഒരു വിഡ്ഢിയായിരുന്നു. എങ്ങനെയല്ലേ യോസഫ്? ഇതുപോലെ തന്നെ ഒരു ഒറ്റയാൻ. മറ്റ് സഹോദരന്മാരെല്ലാം ഒരു സംഘം, അവരൊരു ഗ്രൂപ്പ്. ഇവിടെ ഒരു ഭക്തൻ, ഒരു ഒറ്റയാൻ. ഒടുവിലെവിടം വരെ എത്തി? അടിമയായിട്ട് വിൽക്കപ്പെട്ടു. ആര്? സ്വന്തം സഹോദരന്മാരാണ്. ഒടുവിൽ എവിടെ ചെന്ന് അവസാനിച്ചു? ഈജിപ്തിലെ തടവറയിൽ. ഇന്നത്തെ ടിവിയും ന്യൂസ് പേപ്പറും ഉള്ള മട്ടൻ കിട്ടുന്ന തടവറ അല്ലെന്ന് ഓർക്കണത് കേട്ടോ. അവിടെ ചെന്ന് അവസാനിച്ചു. എന്തിനു വേണ്ടി? ദൈവത്തോട് നേരുള്ളവനായിരുന്നു കൊണ്ട്, ദൈവഭയത്തിൽ ജീവിച്ചൊരു ചെറുപ്പക്കാരൻ. ബ്ലെസ്സിങ് ഓർ ട്രാജഡി? ഇതാണോ അനുഗ്രഹം? ഇതാണോ വാസ്തവത്തിൽ ദുരിതമല്ലേ? വാട്ട് കൈൻഡ് ഓഫ് ഗോഡ് ഇറ്റ് ഈസ്? പക്ഷെ പിന്നെ സംഭവിച്ചത് നമുക്കറിയാം. ഈജിപ്തിലെ പ്രൈം മിനിസ്റ്ററായി യോസഫ് തോർന്നു. പക്ഷേ ഇവരെയൊക്കെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ കഴിയുന്നത്? സാധാരണ നാട്ടുജീവിതം കിട്ടാത്ത മനുഷ്യരാണിവർ. സമൂഹത്തിൽ കിട്ടേണ്ട ചില സുരക്ഷിതവും സംരക്ഷണയും പേരും പെരുമയും സൗകര്യങ്ങളും കിട്ടാത്തവർ. അതുപോലെയല്ലേ മോശ? നൈൽ നദിയിലൊഴുക്കി. ഫറവോന്റെ പുത്രി ഏതായാലും ദത്തെടുത്തു. ആ കൊട്ടാരത്തിൽ വളർന്നു. പക്ഷെ ഇതിനകത്തൊക്കെ ദൈവം എവിടെ? ഫൈനലി മരുഭൂമിയിൽ എത്തിച്ചേർന്നു. പ്രതീക്ഷകളും ജീവിതവും സ്വപ്നങ്ങളും തകർന്നു. Nowhere, nothing to look forward. എങ്ങും എത്തുന്നില്ല, ഒന്നും മുമ്പോട്ട് കാണാനുമില്ല. എന്തൊരു ജീവിതം! പക്ഷെങ്കിൽ പിന്നീട് നാം മോശയെ എങ്ങനെയാ കാണുന്നത്? ഈ പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ഒക്കെയും there was a deep consciousness of God. ദൈവികമായിരിക്കുന്ന ആഴത്തിലുള്ളൊരു ബോധം അവരെ ഭരിച്ചിരുന്നു. ദാവീദ് ഇതുപോലെ തന്നെ സഹോദരന്മാരെല്ലാം വളരെ സ്മാർട്ടായിട്ട് കുറേ സഹോദരന്മാരുടെ ഇടയിലെ ഒരു ഇഡിയറ്റ്സ് ആണ്. വളരെ മിടുമിടുക്കരായിരിക്കുന്ന ചില സഹോദരങ്ങളുടെ നടുവിലെ ലിസ്റ്റിൽപ്പെടാത്ത ഒരു മണ്ടൻ അനിയൻ. ജീവിച്ചതെവിടാ? അവൻ്റെ കൗമാരം, യൗവനം കാട്ടിലായിരുന്നു. ആ കാട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു ചെറുപ്പക്കാരൻ കൂട്ടത്തിലില്ലായിരുന്നു. പക്ഷെങ്കിൽ ഇവരെല്ലാം ഒറ്റയാന്മാരായി പോകുമ്പോൾ ഇവരുടെ എല്ലാം പ്രത്യേകത ഇതാണ്. അവരുടെ ജീവിതത്തിന് നടുവിൽ ദൈവം കൊടുത്ത ദൈവിക ബോധത്തിൽ എവിടെയും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ദൈവിക അന്വേഷണം, ദൈവിക ബോധം ആത്യന്തികമായി നാം ഇവരിലെല്ലാം കാണുന്ന കാര്യം. ദാനിയേൽ ഒരു ചെറുപ്പക്കാരൻ ബാബിലോണിൽ പ്രവാസിയായിരിക്കുന്നു. നമുക്കാർക്കുമുള്ള ആത്മീയ സ്വാധീനങ്ങളോ സൗകര്യങ്ങളോ മാർഗദർശികളോ ആത്മീയ പ്രചോദനങ്ങളോ നേതൃത്വങ്ങളോ
ശുശ്രൂഷകളോ കിട്ടാത്തവർ. പക്ഷെ ഇവരെയാ ഞാൻ പറയുന്ന കാട്ടിലെ പൂക്കൾ എന്ന് പറയുന്നത്. ഫ്ലവേഴ്സ് ഓഫ് ദ വുഡ്സ്, കാട്ടിലെ പൂക്കൾ. ആരും അവരെ സ്വാധീനിക്കാനില്ലായിരുന്നു, അവരെ തലോടാനില്ലായിരുന്നു, അവർക്ക് പ്രചോദനം നൽകാനില്ലായിരുന്നു, ആത്മീയ പ്രചോദനം കൊടുക്കാൻ ഇവർക്കാർക്കും ആരും ഉണ്ടായിരുന്നില്ല. കേർഡ് ബൈ നൺ. ആരും അവർക്ക് ആത്മീയമായിരിക്കുന്ന പ്രചോദനങ്ങൾ. കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിന് കണ്ടില്ലല്ലോ, എന്തു പറ്റി? ഇതൊന്നും ആരും ചോദിക്കാനില്ലായിരുന്നു കേട്ടോ. ദീസ് were the flowers of God's garden. ദൈവത്തിൻ്റെ ഉദ്യാനത്തിലെ പൂക്കളായിരുന്നു. എന്താ സംഭവിച്ചത്? God in their solitary walk of life, അവരുടെ ജീവിതത്തിൻ്റെ ഏകാന്ത നടുവിൽ, അവരുടെ ഭയങ്ങളുടെ നടുവിൽ, ജീവിതത്തിന് അർത്ഥമന്വേഷിക്കുന്ന നടുക്ക്, ഒറ്റപ്പെട്ട ഇടത്ത്, തള്ളപ്പെട്ട ഇടത്ത്, somewhere God was gracious to meet them. ദൈവം അവരെ കണ്ടുമുട്ടുവാൻ ദൈവത്തിന് കൃപ തോന്നി. Come. ദൈവം അവരെ വിളിച്ചു. ദൈവം അവരെ വിളിച്ചു. അങ്ങൊരു വിളി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഞാൻ പറയാം, പോയി കുഞ്ഞെ, പോക്ക. ദൈവത്തിൻ്റെ വിളി കേട്ടിട്ടില്ലെങ്കിൽ പോക്ക. ഏത് സഭയെ കൂടിയാലും ദൈവത്തെ കണ്ടു, ദൈവത്തെ അറിഞ്ഞു. God said come, വരിക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വിളി ലഭിച്ചു. God worked in them. ദൈവം അവരിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ദൈവം അവരെ നടത്തി, ദൈവം അവരെ പഠിപ്പിച്ചു, ദൈവം അവരെ നുറുക്കി, ദൈവം അവരുടെ ജീവിതം മനോഹരമാക്കി തീർത്തു. ദൈവത്തിൻ്റെ വെളിച്ചം അവർക്ക് കൊടുത്തു. ആ വെളിച്ചവുമായി ദൈവം അവരെ പരസ്യമായി നിർത്തി. നമ്മൾ കാണാത്തൊരു അബ്രഹാമുണ്ട്, നമ്മളറിയാത്തൊരു ദാവീദുണ്ട്, നമ്മളറിയാത്തൊരു ദാനിയേലുണ്ട്, നമ്മളറിയാത്തൊരു മോശയുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയിൽ ദൈവശബ്ദം കേൾക്കുകയും ദൈവത്തിന് വിനയപ്പെടുകയും വിധേയപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വാക്കുകൾ കൈക്കൊള്ളുകയും കേട്ടനുസരിക്കുകയും ദൈവത്തിൻ്റെ മുമ്പാകെ ജീവിച്ചവർ. എങ്ങനെയാണ് ചരിത്രത്തിലെ ഭക്തന്മാരും? ഇരുണ്ട നാളുകൾ, ഡാർക്ക് ഏജസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു. ഡാർക്ക് ഏജസ്, ഇരുണ്ട യുഗം. ഏതാണ്ട് 5-ാം നൂറ്റാണ്ട് തുടങ്ങി 15-ാം നൂറ്റാണ്ട് വരെയുള്ള ഏതാണ്ട് 1000 വർഷങ്ങൾ എന്നതിനെക്കുറിച്ച് പറയാം. ഈ ഡാർക്ക് ഏജസിൽ എല്ലാവരും പറയുന്നത് ഇറ്റ് വാസ് പിച്ച് ഡാർക്ക്, എവ്രിതിങ് വാസ് ഡാർക്ക്, നത്തിങ് സ്പിരിച്വൽ വാസ് ദേർ. ആത്മീയമായിട്ടൊന്നുമില്ലാതെ മുഴുവൻ ഇരുണ്ട്, എല്ലാം നിർജ്ജീവമായിരിക്കുന്നൊരു കാലഘട്ടം. അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഈവൻ ഇൻ ദ ഡാർക്ക് ഏജസ് there were shining stars. ഈ ഇരുണ്ട കാലഘട്ടത്തിലും പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളുണ്ടായിരുന്നു. സെയിൻറ്റ് പാട്രിക്, കോൺസ്റ്റന്റൈൻ സിൽവനസ്, എത്രയോ മഹാരഥന്മാർ, ജോൺ ഹസ്, വില്യം ടിൻഡെയിൽ, ജോൺ വൈക്ലിഫ്, പീറ്റർ വാൾഡോ, അനേക ഭക്തന്മാരുണ്ടായിരുന്നു. വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചിരുന്ന ചില ഭക്തന്മാരെ കുറിച്ചല്ല പറയുന്നത്. ആ ഡാർക്ക് ഏജസിന് നടുക്ക് പ്രകാശിച്ചിരുന്ന ചിലർ, ദൈവത്തിന്റെ വെളിച്ചം വീശിയവർ, ദൈവപക്ഷത്ത് നിന്നവർ. കാട്ടിലെ പുഷ്പങ്ങൾ. എനിക്കൊരു ഭയമുണ്ട്, നമ്മളധിക പേരും നാട്ടിലെ പുഷ്പങ്ങളായി പോയി എന്നുള്ളത്. വെള്ളമൊഴിച്ച് നോക്കുന്നു, തണലത്ത് വെച്ച് നോക്കുന്നു, പല സൗകര്യങ്ങളും കൊടുക്കുന്നു. കാട്ടിലെ വൃക്ഷങ്ങൾക്ക് ദൈവം തന്നെ അതിന് തണലായിരുന്നു, ദൈവം തന്നെ വെയിലായിരുന്നു, ദൈവം തന്നെ അതിൻ്റെ മഴയായിരുന്നു. ഫോംഡ് ഓഫ് ഗോഡ്, ദൈവത്താൽ രൂപീകൃതരായവർ, ദൈവത്താൽ രൂപീകൃതരായവർ. ശ്രദ്ധിക്കുക,
ഫോംഡ് ഓഫ് ഗോഡ്, ദൈവത്താൽ രൂപീകൃതരായവർ, ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തിന് മുമ്പാകെ നടന്നവർ, ദൈവത്തെ കേട്ടവർ. Their world was all about God. അവരുടെ ജീവൻ, അവരുടെ ജീവിതം, അവരുടെ ലോകം ദൈവത്താൽ നിറഞ്ഞതായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അപ്പോൾ പിന്നെ ഈ സഭ കൊണ്ടോ വല്ലോ കാര്യമുണ്ടോ? നിങ്ങൾക്ക് മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാർഗദർശികളെ കൊണ്ട് കാര്യമുണ്ടോ? നല്ല വചനപ്രഘോഷണം കൊണ്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? നല്ല ആത്മീയ സ്വാധീനങ്ങളോ നല്ല ദൈവഭക്തിയുള്ള വീട്ടിൽ ജനിച്ചുകൊണ്ടോ വല്ല കാര്യമുണ്ടോ? ഒരു ചോദ്യം അല്ലേ? ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. അതെന്നാ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയാം. ഇഫ് യു ആർ നോട്ട് ഫോംഡ് ഓഫ് ഗോഡ്, ദൈവത്താൽ രൂപീകരിക്കപ്പെടുവാൻ നൽകുന്ന, ഫലമേൽപ്പിച്ചിരിക്കുന്ന, വിധേയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഭ കൊണ്ടൊരു കാര്യമുള്ളൂ. നല്ല മെൻറ്റേഴ്സിനെ കൊണ്ട് കാര്യമുള്ളൂ. നല്ല വചനപ്രഘോഷണം കൊണ്ട് കാര്യമുള്ളൂ. Only if God can be your mentor, church can be of help to you. ദൈവം നിങ്ങളുടെ മാർഗദർശിയായെങ്കിൽ മാത്രമേ, നിങ്ങളുടെ രക്ഷിതാവായെങ്കിൽ മാത്രമേ, നിങ്ങളുടെ ഗാർഡിയൻ ഓഫ് യുവർ സോൾ, നിങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവാണെങ്കിൽ മാത്രമേ, ദൈവം മുമ്പിൽ രൂപീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സഭ കൊണ്ട് കാര്യമുള്ളൂ, പ്രാർത്ഥന കൊണ്ട് കാര്യമുള്ളൂ, കൂട്ടായ്മ കൊണ്ട് കാര്യമുള്ളൂ, വചനപ്രഘോഷണം കൊണ്ട് കാര്യമുള്ളൂ. അതില്ലെങ്കിൽ സഭ കൊണ്ട് ഹൃദയം കുറെ കഠിനമാക്കാവുന്നേ ഉള്ളൂ. സഭ കൊണ്ട് ദൈവത്തിൽ നിന്ന് കുറെ അകലാവുന്നേ ഉള്ളൂ. പരിപാടികൾ നടക്കും, അതല്ല ഞാൻ പറയുന്നത്. പരിപാടികൾ നടക്കുകയും ഹൃദയം ദൈവത്തിൽ നിന്ന് അകലുകയും ചെയ്യും. സഭയിൽ വന്ന ദൈവഭയം കുറച്ചുകൂടെ കെട്ടണം, അത് കൂടത്തില്ല. ആർ യു ബ്ലെസ്ഡ്? നിങ്ങൾ അനുഗ്രഹീതനാണോ? സഭ നിങ്ങൾക്കൊരു അനുഗ്രഹമാണോ? നല്ല നേതൃത്വം നിങ്ങൾക്കൊരു അനുഗ്രഹമാണോ? If that has to be a blessing, അത് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ you should be in the formation of God. ദൈവത്തിൻ്റെ രൂപീകരണ പ്രക്രിയയിൽ നിങ്ങളായിരുന്നെങ്കിൽ മാത്രമേ I and my God, ഞാനും എൻ്റെ ദൈവവും, ആ ബന്ധത്തിലിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ബാക്കി കാര്യങ്ങളെല്ലാം സഹായകമായി തീരത്തുള്ളൂ. അതില്ലെങ്കിൽ സഭ കൊണ്ട് ആകെ പ്രയോജനം നിങ്ങളുടെ അത്യാവശ്യങ്ങൾ സമൂഹ ജീവിതത്തിൽ നടക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഫോംഡ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ഇനിയും പറയുക, ഏത് സഭയിലാണ് പോകുന്നുള്ളതിനെ കുറിച്ചൊന്നും ആരും ഊറ്റം കൊള്ളരുത് കേട്ടോ. ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ അവിടുത്തെ ആരാധന, ഞങ്ങളുടെ അവിടുത്തെ വചനശിക്ഷ നോൺസെൻസ്, ഇതൊന്നും പറഞ്ഞാരും വലിയ കാര്യങ്ങളാക്കണ്ട. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. അത് നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല. പിന്നെ ചില പറയാറുണ്ടല്ലോ, എന്നാ പറയാനാ, ഞാനൊരു ഒരു ഒരു ബ്രോക്കൺ ഹോമിലാണ് വളർന്നു, ഒരു തകർന്ന വീട്ടിലാണ് വളർന്നു, ഞാൻ സ്നേഹം എന്തെന്നറിഞ്ഞല്ല വളർന്നു, ഒരു നല്ലൊരു സംസ്കാരത്തിൽ കൂടിയല്ല ഞാൻ വന്നു. ഞങ്ങളുടെ വീട്ടിലാണ് മന്ത്രവാദവും എല്ലാം മുഴുവൻ കുഴപ്പമായിരുന്നു. ഓരോരുത്തരും പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കൊരു അപ്പൻ ഉണ്ടായിരുന്നതേ ഉള്ളൂ, ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ വ്യത്യാസമില്ലായിരുന്നു. അങ്ങനെ ഇല്ലേ? ചിലർ പറയും എനിക്ക് അപ്പനെയുണ്ട്, ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ടില്ല. ഞാനൊരു ജാതീയ ഭവനത്തിലാണ് ജനിച്ചത്, വിഗ്രഹാരാധന നടക്കാൻ ജനിച്ചത്. There are everything for us to excuse ourselves. നമ്മളെ തന്നെ ഒഴിവാക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുണ്ട്. As if God can work only among advantages. സൗകര്യങ്ങളും നല്ല സഭയും സമൂഹവും വീടും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിനും വേണമെങ്കിൽ ഒരു കൈ നോക്കാൻ പറ്റും. അതില്ലെങ്കിൽ പാവം ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നോ. ഇതിനാണ് ഞാൻ ദൈവഭക്തന്മാരുടെ കാര്യം പറഞ്ഞത്. ഇരുണ്ട കാലത്ത്, കൂട്ടായ്മ ഇല്ലാത്തപ്പോൾ, വചനപ്രഘോഷണമില്ലാത്തപ്പോൾ, ബൈബിൾ തന്നെ ഒരു പ്രതി കിട്ടാതിരുന്ന കാലങ്ങളിലുമൊക്കെയും they were great men. കാലഘട്ടത്തിന് വെളിച്ചം നൽകിയ ഇവർ മനുഷ്യരാണോ? ഇവർക്ക് ഇവിടെ നിന്ന് വെളിച്ചം കിട്ടി? അവരെങ്ങനെ ഇവിടെ എത്തി? That is reality, that's history. ഇത് ചരിത്രമാണ്, ഇതൊരു സത്യമാണ്, ഇതൊരു യാഥാർത്ഥ്യമാണ്.
നമുക്ക് അവരോട് ചോദിക്കണം, വാട്ട് ഹാപ്പൻ, ഹൗ ഡിഡ് ഹാപ്പൻ ടു യു? നിങ്ങൾക്ക് എങ്ങനെ ഇത് സംഭവിച്ചു? ദൈവം ദൈവമാണെന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ലോകപ്രകാരം ജ്ഞാനികളെ അറിയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. അവിടെ ആരും പറയണ്ട ഞങ്ങൾ കേമന്മാരാണെന്നെങ്കിൽ കൊച്ചു മനുഷ്യരെ ഒത്തിരി കേമത്തം കാണിക്കുന്നത് കേട്ടോ. സുബോധമുള്ളവരാരൊന്നും വലിപ്പം കാണിക്കില്ല. ഭയങ്കര അപകർഷതാബോധം കൊണ്ടു കിടക്കുന്നവരെപ്പോഴും അവരെ എങ്ങനെയും ഒന്ന് പൊക്കി പറയാനായിട്ടൊരു വലിയ പ്രവണത കാണും. അത് തന്നെ കാണിക്കുന്നത് അവരുടെ ഇല്ലായ്മയാണ്. പക്ഷെ നമുക്കൊന്ന് പറയാം, നമുക്ക് ധൈര്യമായിട്ടൊന്ന് പറയാം, ഞാൻ നോബിൾ ബർത്ത് എന്നുള്ളതല്ല കേട്ടോ. നിൽക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ പേരൊക്കെ പറഞ്ഞാൽ അങ്ങനെ ലക്ഷക്കണക്കിന് കുടുംബം, ഹൂ ബോധേഴ്സ്, അങ്ങനെ വലിയ കുടുംബമൊന്നും അല്ല കേട്ടോ. പിന്നെ എന്തെല്ലാം പേരിലാണ് ഓരോരുത്തർ, അതിലൊന്നും ഒരു കാര്യമില്ല. ബലഹീനത, കുലഹീനത്വം ലോകത്തിൽ ഒന്നുമല്ല. പക്ഷെ സുവിശേഷം പലരും അവിടെ കൊണ്ടങ്ങ് നിർത്തുക കേട്ടോ. എന്നാ പറയുന്നത്? ഞാനിങ്ങനെ ആയിരുന്നു, കർത്താവിൻ്റെ പാപം മോചിച്ചു. ഞാൻ ഇങ്ങനെയായിരുന്നു, കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ ഇങ്ങനെയായിരുന്നു. പല പാട്ടിലുണ്ടല്ലോ, കർത്താവ് എന്നെ മാനിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ ദാരിദ്ര്യം നിർത്തി. ഈ മാനിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മനുഷ്യരൊക്കെ എന്നെ തള്ളി പറഞ്ഞപ്പം എനിക്കൊരു ഡിഗ്നിറ്റിയൊക്കെ തന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ എല്ലാവരും കണ്ട, പണ്ടൊന്നും എന്നെ നോക്കത്തില്ലായിരുന്നു, മാറി കിടക്കായിരുന്നു. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു ഹലോ ഒക്കെ പറയാറുണ്ട്. കർത്താവ് എന്നെ മാനിച്ചു. ഞാൻ ഇതൊന്നും ബൈബിളിലെ കാര്യങ്ങളല്ല, ഇതൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇങ്ങനെയുള്ളവരെ ദൈവം എന്ത് ചെയ്തു? ദൈവം ദൈവം തിരഞ്ഞെടുത്തു. എന്തിന്? ബലമുള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ. ബലഹീനമായി ദൈവം തിരഞ്ഞെടുത്തു. എന്തിന്? ബലമുള്ളത് ഒന്നുമല്ല എന്ന് തെളിയിക്കാൻ. മാന്യതയുള്ളതിലൊന്നും വലിയ കാര്യമില്ല എന്ന് തെളിയിക്കുവാൻ. ഒന്നുമല്ലാത്തതിനെ ദൈവം തിരഞ്ഞെടുത്തു. എന്താണ്? ദൈവം തിരഞ്ഞെടുത്താൽ ബലത്തിനും മാന്യതയ്ക്കും അപ്പുറത്ത് God's anointing on a man, God's call on a man, God's grace on a man, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ബലം ഒരു മനുഷ്യന് മേൽ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം ഒരു മനുഷ്യന് മേൽ ഉണ്ടെങ്കിൽ, that makes all the difference. God with a man, ദൈവം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ. This is the challenge. ഇതാണ് യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത് കേട്ടോ. ഞാനിവിടെ ഉണ്ട് എന്നും പറഞ്ഞ് നമ്മളെ തന്നെ എവിടെയെങ്കിലും തെളിച്ച് നടക്കുന്ന മാന്യതയല്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന മാന്യത. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. That honor is there. ആ ബഹുമാന്യത നിങ്ങൾക്കുണ്ട്. എന്ത്? ദൈവത്തെ അറിയുവാനും ദൈവത്താൽ രൂപീകരിക്കപ്പെടുവാനും. കാട്ടിലാണെങ്കിലും നാട്ടിലെ പുഷ്പത്തെ അതിജീവിക്കുന്ന മനോഹാരിത തന്ന് ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കൂടി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന സ്വർഗീയ മാന്യത. ആമേൻ. ഈ ലോകത്തിൽ തരാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെ നിറച്ച് അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി ദൈവത്തിന് പകരം ലോകത്തിൽ നിൽക്കേണ്ടതിനായിട്ടുള്ള തിരഞ്ഞെടുപ്പ്. നാം ഇതുപോലുള്ള ഒരാളെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം അതുപോലെ ഒരാളെയാണ് കാണുന്നത് കേട്ടോ. ഒന്ന് വായിക്കാമോ? യെസ്. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബേനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള ഇതാരാ ഇത്? വാസ്തവ വലിയ അഡ്രസ് ഇല്ല കേട്ടോ. ഗോത്രം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല, അപ്പനാരാണെന്ന് പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ആകെ ഉള്ളൊരു സ്ഥലപ്പേര് മാത്രം ഉണ്ട്, തിശ്ബ്യ. അഡ്രസ് ഇല്ല. പക്ഷെ ഇയാള് ആരുടെ അടുത്താ വന്ന് ഈ പറയുന്നത്? ഇസ്രായേലിലെ രാജാവ് ആഹാബിൻ്റെ അടുക്കൽ വന്ന് പറയാം, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ദേശത്ത് മഴയും മഞ്ഞും ഉണ്ടാകില്ല.
വാട്ട് കൈൻഡ് ഓഫ് എ മാൻ? ശരിക്കും കാട്ടിലെ ഒരു പുഷ്പം തന്നെ. നോ ബാക്ക്ഗ്രൗണ്ട്, നോ അഡ്രസ്. പക്ഷെ രാജാവിൻ്റെ അടുക്കുമെന്ന് പറയാ, ഹൂ ഈസ് ബിഗർ ഹിയർ? ഇവിടെ ആരാ കൂടുതലും വലിപ്പമുള്ള ആളാ, സ്ഥാനമുള്ള ആളാരാ? ഇവിടെ ആരാ? ആഹാബാണോ ഏലിയാവാണോ? നമ്മൾ വിചാരിക്കുന്ന ആഹാബ് വിചാരിച്ചാൽ എല്ലാം നടക്കും. രാജാവിനെ കഴിഞ്ഞ് പിന്നെ ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരാൾ തെളിയിക്കുകയാണ്, കിങ്, ദർ ഈസ് സംബഡി ബിഗർ ദാൻ യു. നിന്നെക്കാളും ഉന്നതനായിരിക്കുന്ന ഒരാളുണ്ട്. ആൻഡ് ഐ കം ഫ്രം ഹിം. ഞാൻ അവനിൽ നിന്നാണ് വരുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒന്നുകൂടെ ആ വാക്യം വായിക്കാമോ? എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിബിഷ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന യഹോവയാണ് എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെയാണ്, ഞാൻ സേവിച്ചത്, ദ ലോർഡ് ബിഫോർ ഹം ഐ സ്റ്റാൻഡ്. ഏതൊരു ദൈവത്തിൻ്റെ യഹോവയുടെ മുമ്പാകെ ആണോ ഞാൻ നിൽക്കുന്നത്, ഐ സ്റ്റാൻഡ് ബിഫോർ ഹിം, ഐ സ്റ്റാൻഡ് ബിഫോർ ഹിം. വായിച്ചു വിടരുതേ, ശ്രദ്ധിക്കണേ. ഹിയർ ഇസ് എ മാൻ ഫോംഡ് ഓഫ് ഗോഡ്. ദൈവം രൂപീകരിക്കുന്ന ഒരു മനുഷ്യന് നിങ്ങൾ പറയുമോ ദൈവം എന്നെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമോ? വിൽ യു സേ ദാറ്റ്? നിങ്ങൾ പറയുമോ ഗോഡ് ഈസ് ഫോമിങ് മീ, ദൈവം എന്നെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമോ? പറയണമെങ്കിൽ ഇതും കൂടെ പറയണം. എന്താ? ഐ സ്റ്റാൻഡ് ബിഫോർ ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുന്നവനാണ്. ഹി ഈസ് മൈ അതോറിറ്റി, അബ്സല്യൂട്ട് അതോറിറ്റി. അവൻ എൻ്റെ സമ്പൂർണ്ണ അധികാരിയാണ്. അവൻ്റെ ആറ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവനാണ് ഞാൻ. എൻ്റെ മേൽ സകല അധികാരം അവനുണ്ട്. അവൻ പറയുന്ന അപ്പാടെ സ്വീകരിക്കുവാൻ ഞാൻ മനസ്സൊരുക്കമുള്ളവനാണ്. ലോകത്തിൽ എനിക്ക് കൺസിഡർ ചെയ്യുവാൻ, പരിഗണിക്കുവാൻ ഈ ഒറ്റയാൾ മാത്രമേ ഉള്ളൂ. ഐ സ്റ്റാൻഡ് ബിഫോർ ഗോഡ്, ഐ ലിസൺ ടു ഹിം. ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു, ഞാൻ അവനിൽ ട്രസ്റ്റ് ചെയ്യുന്നു, ഞാൻ അവനെ അനുസരിക്കുന്നു. ദിസ് ഈസ് മീ, ദിസ് ഈസ് മീ. യു ആർ ലുക്കിംഗ്. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ലക്ഷ്യം നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവരാണോ? അതോ ഒരു സഭ വേണം, കൂട്ടായ്മയൊക്കെ വേണം, അങ്ങനെ അങ്ങ് ഒരുപാടൊന്നും അങ്ങോട്ടൊന്നും പോകണ്ട, എന്നാൽ ഇങ്ങനെ ഒത്തിരി പുറകിലും വേണ്ട, സ്വർഗത്തിൽ പോകാൻ പറ്റണം, അത്രയൊന്നും വേണം, മിനിമം അത്ര ഒരു കാര്യം നടന്നു കിട്ടണം. ദിസ് ഈസ് നോട്ട് വാട്ട് മൈ ബൈബിൾ ടീച്ചേഴ്സ്. എൻ്റെ പുസ്തകത്തിൽ ഈ ലക്ഷ്യങ്ങളൊന്നുമില്ല. അനുരഞ്ജനക്കരായിരിക്കുന്ന പ്രഭാഷകരും പ്രസംഗികരും അവിടെ ഇവിടെ പറയിപ്പിച്ച് അവിശ്വാസത്തിൻ്റെയും അഭക്തിയുടെയും ഹൃദയം നാളുകളുണ്ട് നാം ലഭിച്ച ശേഷം we have brought down God and His word so down. ദൈവത്തെ അവൻ്റെ വചനത്തെ നാം അങ്ങേയറ്റം താഴെ കൊണ്ടുവന്നു. അതല്ല വിശുദ്ധ ബൈബിളിലുള്ള ഭക്തന്മാരെ നാം കാണും. ഐ സ്റ്റാൻഡ് ബിഫോർ ഹിം. ഇതാണ് ആ സാക്ഷ്യം. ഇത് പറഞ്ഞ ശേഷവും മുമ്പോട്ടുള്ള സമയം ഏലിയാവിൻ്റെ ജീവിതം നാം കണ്ടാൽ എളുപ്പമായിരുന്നില്ല. ഏലിയാവ് ഒരു പ്രവചനം പ്രവചിച്ചു. കർത്താവിനെ ഏൽപ്പിച്ചത് ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ അവരനുഭവിച്ചോളും, എൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. അത്ര സിമ്പിളല്ലായിരുന്നു കേട്ടോ. അവരും അനുഭവിച്ചു, ഏലിയാവും കുറേ അനുഭവിച്ചു. ഈ പ്രവാചകന്മാർ ദൈവത്തിൻ്റെ വായാകുക, നാവാകുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമല്ല. അതിനകത്തും അതിൻ്റെ സംഘർഷങ്ങളും അതിൻ്റെ അതിൻ്റെ വെല്ലുവിളികളും എല്ലാം ഉണ്ട്. ഏലിയാവിൻ്റെ ജീവിതം പിന്നെയും പലവിധ ശോധനകളിൽ കൂടി മുമ്പോട്ട് പോയി. വിശ്വാസം പഠിച്ചു, അനുസരണ കൂടുതലായിട്ട് പഠിച്ചു, ദൈവത്തിൻ്റെ അത്ഭുത വഴികളെ കണ്ടു, ദൈവത്തിൻ്റെ മഹാത്മ്യം പിന്നെയും കണ്ടു, പിന്നെയും തൻ്റെ ജീവിതം ദൈവത്താൽ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. Let never God's work stop on you.
ദൈവത്തിൻ്റെ കരങ്ങളുടെ സ്പർശനം, ദൈവത്തിൻ്റെ പ്രവൃത്തി ഒരിക്കലും തീരാൻ അനുവദിക്കരുത്. ഇറ്റ് ഷുഡ് കണ്ടിന്യൂ വിത്ത് യു. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം. ലെറ്റ് ദ ഫോർമേഷൻ കണ്ടിന്യൂ. ദൈവിക രൂപാന്തരത്തിൻ്റെ പ്രവൃത്തി, രൂപീകരണത്തിൻ്റെ പ്രവൃത്തി നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. നമുക്ക് എന്നും പാടാൻ കഴിയണം, ഹാവ് ദൈൻ ഓൺ വേ, ഹാവ് ദൈൻ ഓൺ വേ. നിൻ്റെ ഇഷ്ടം നടക്കട്ടെ നാഥ, ഞാൻ വെറും മണ്ണാം നിൻ്റെ കരത്തിൽ. രൂപമാക്കെന്നെ നിൻ്റെ ഹിതം പോലെ. ആസ് ഐ എം വെയിറ്റിംഗ് ഇല്ലറ്റ് ആൻഡ് സ്റ്റിൽ. ഞാൻ അവിടുത്തെ സന്നിധിയിൽ വിധേയപ്പെട്ടും നിശബ്ദനായിട്ടും ഞാൻ നിൽക്കുമ്പോൾ പിന്നെയും ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കണമേ കർത്താവേ. Who will pray that prayer? He will come to God with that heart. ആ പ്രാർത്ഥന ആര് പ്രാർത്ഥിക്കും? ദൈവസന്നിധിയിൽ അങ്ങനെ ആര് വരും? Lord, you alone matter to me. അവിടുന്ന് മാത്രമാണ് എനിക്ക് വിഷയമായിരിക്കുന്നത്. Yes, Elijah was being formed. ഒടുവിൽ എന്ത് സംഭവിച്ചു? മനോഹരമായിരിക്കുന്ന രൂപീകരണം എന്ന് തന്നെ ധരിച്ചു. നമ്മൾ സാധാരണ രൂപീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മൾ പറയുമല്ലോ, കർത്താവിനെ പോലെ ആകണമെന്ന് പറയുമല്ലോ. കർത്താവിനെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലെല്ലാം ഒരു ചിത്രമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് സ്പോക്കണായിരിക്കണം, ആരെയും വേദനിക്കാതെ നമുക്ക് നല്ല ബട്ടർ വേർഡ്സ്, വെണ്ണ കൊണ്ടുള്ള വാക്ക് പറയാൻ പറ്റണം, നമുക്ക് ആരെയും ബുദ്ധിമുട്ടിക്കരുത്, എല്ലാവരെയും സഹായിക്കണം. നമ്മുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങളൊക്കെ നല്ല ചിത്രങ്ങളാണ്, കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുവിൽ മൈക്കിളാഞ്ചലോ ഉണ്ടാക്കി വെച്ചൊരു പ്രതിമയുണ്ടാക്കി എടുക്കുക എന്നല്ലതിൻ്റെ അർത്ഥം. യേശുവിനെ പോലൊരു പ്രതിമ അല്ല. ഏലിയാവിൻ്റെ രൂപീകരണം കഴിഞ്ഞപ്പോൾ ഏലിയാവ് എന്തായി? ഏലിയാവ് വന്നിട്ട് ചില കാര്യങ്ങൾ നാട്ടിലങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദൈവത്തെ തിരസ്കരിച്ച് ബാൽ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ നാട്ടിൽ ദൈവത്തിന് ന്യായവിധി നടപ്പാക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുകയാണ്. We don't see a nice man. ഒരു നല്ല ഒരു ദൈവഭക്തനെയല്ലേ കാണുന്നത്, വലിയ ഗൗരവക്കാരൻ, കടുപ്പക്കാരൻ, കർത്താവിൻ്റെ നാമത്തിൽ. പിന്നെ എന്ത് സംഭവിക്കുന്നു? ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. ദൈവത്തിൻ്റെ നാമം ആ ദേശത്ത് റിസ്റ്റോർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം മഹനീയമായിരിക്കുന്ന മറ്റു ചില ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. കർത്താവ് പറയാണ്, നീ പോയി യേഹൂവിനെ അഭിഷേകം ചെയ്യുക. ദുഷ്ടരായിരിക്കുന്ന ആഹാബ് വംശത്തെ മുഴുവനായിട്ട് നിഗ്രഹിച്ച് യേഹൂ രാജാവാകുകയാണ്. യേഹൂവിനെ പോയി അഭിഷേകം ചെയ്തു. വലിയ റിഫർമേഷൻ വരാൻ പോവുകയാണ് ഈ ദേശത്ത്. പുതിയൊരു രാജാവ് വന്നു. ബാലാരാധന അവിടെ നിർത്തപ്പെട്ടു. ദൈവജനം ശുദ്ധീകരിക്കപ്പെട്ടു. ഒരു പുതിയ നവോത്ഥാനം അവിടെ ആരംഭിക്കുകയാണ്. അതുമാത്രമല്ല, താൻ വിടവാങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് പോയി ഏലീശയെ അഭിഷേകം ചെയ്തു. ദ മിനിസ്ട്രി ഷുഡ് കണ്ടിന്യൂ. ഈ ശുശ്രൂഷ തുടർന്ന് പോകണം. അതിനുവേണ്ടി മറ്റൊരാളെ അഭിഷേകം ചെയ്തു. ദിസ് ഈസ് എ മാൻ ബീയിങ് ഫോംഡ്. കർത്താവിൻ്റെ കാര്യങ്ങൾ രൂപീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ഫ്ലവർ വൈസ് പോലെ ഒരു മൂലയ്ക്ക് വെക്കാൻ നല്ലൊരു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവരും കണ്ടോളാം എന്ന് പറയുന്ന ഒരാളെ അല്ലേ ആക്കുന്നത്. ഗോഡ് ഈസ് മേക്കിംഗ് എ ലാമ്പ് ടു ഷൈൻ. പ്രകാശിക്കുവാനായിട്ടുള്ളൊരു വിളക്ക് ദൈവം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. യുദ്ധത്തിനായിട്ട് ഒരു യോദ്ധാവിനെ ദൈവം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വചനം പറയാൻ ധൈര്യം, അഭിഷേകം കൊണ്ട് ഒരു മനുഷ്യനെ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് എ കോൾ. ദിസ് ഈസ് എ കോൾ. കർത്താവിനെ വിളിച്ചു എന്ന് പറയുന്നവരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് പറയുന്നവരെ, ദൈവശബ്ദം കേട്ടു എന്ന് പറയുന്നവരെ, കർത്താവിനെ തൊട്ടു എന്ന് പറയുന്നവരെ, യു ആർ കോൾഡ് ടു ബി ഫോംഡ് ഓഫ് ഗോഡ്. ദൈവത്താൽ രൂപീകരിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വചനം നിന്റെ നാവിൽ വരികയും ടു സ്റ്റാൻഡ് അപ്പാർട്ട്, ഡിസ്റ്റിങ്ക്ട് ഇൻ യുവർ ജനറേഷൻ. നിങ്ങളുടെ തലമുറയിൽ വ്യത്യസ്തനായി ദൈവത്തിൻ്റെ നാമത്തിൽ നിൽക്കുവാനായിട്ടൊരു വിളിയാണത്. കർത്താവിൻ്റെ വിളി ലഭിച്ചവരെല്ലാം കർത്താവിനാൽ രൂപീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ എല്ലാം ഇവിടെ എബ്രായ ലേഖനം 11-ാം അധ്യായമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ എന്താ? അവർ ജീവിച്ചു, മരിച്ചു. 3-4 മക്കളുണ്ടായിരുന്നു. അവർക്കെല്ലാം കൂടെ 16 കൊച്ചുമക്കളും ഉണ്ടായി. ദൈവം അവരെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇതല്ല 11-ാം അധ്യായം. അവർ ദൈവത്തിൻ്റെ
പദ്ധതികളുമായി തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചു. കർത്താവിൻ്റെ നാമത്തെ അവർ മുമ്പോട്ട് കൊണ്ടുപോയി തങ്ങളുടെ കാലഘട്ടത്തെ ചരിത്രത്തെ മാറ്റുവാനും അനേകരുടെ ജീവിതത്തിൽ ദൈവിക ചരിത്രത്തിലേക്ക് അവരെ കൊണ്ടുപോകാനും ഇടയാക്കി തീർന്നു. യെശയ്യാപ്രവചനം വായിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തും വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വേർ മുളച്ചു വരുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. ഇതാണ് നമ്മുടെ വിളി. ചുറ്റും പലതും നമുക്ക് സൗകര്യമായിട്ടില്ല, ബന്ധങ്ങൾ സൗകര്യമായിട്ടില്ല. നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മുടെ പരിമിതിയെക്കുറിച്ച് പറയാനുണ്ട്, ദുഃഖിപ്പിക്കുന്നതിനെക്കുറിച്ച് പറയാനുണ്ട്, ജീവിതത്തിൻ്റെ സംഘർഷത്തെക്കുറിച്ച് പറയാനുണ്ട്. ഒന്നും ഡോണ്ട് ടേക്ക് ഫ്രം ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടത്തൊന്നും വലത്തോട്ടും എന്ത് കിട്ടുമെന്നല്ല നോക്കേണ്ടത്. ഗ്രോ ബിഫോർ ഹിം, അവൻ്റെ മുമ്പാകെ വളരുക. റിസീവ് യുവർ സസ്റ്റനൻസ് ഫ്രം ഹിം, അവനിൽ നിന്ന് പ്രാപിക്കുക, അവൻ്റെ മുഖത്തെ നോക്കുക, അവനെ തന്നെ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാട്ടിലെ പുഷ്പം വളരുന്ന പോലെ നീ തഴച്ചു വളരും. ഫലം എന്താണ്? 10-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവയുടെ കയ്യാൽ ദ പ്ലഷർ ഓഫ് ദ ലോർഡ് ഷാൽ പ്രോസ്പർ ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കരത്തിൽ, യഹോവയുടെ കയ്യാൽ 53:10 നാം വായിക്കുന്നു, ദ പ്ലഷർ ഓഫ് ദ ലോർഡ് ഷാൽ പ്രോസ്പർ ഇൻ ഹിസ് ഹാൻഡ്. അവൻ്റെ കയ്യാൽ സാധിക്കും. ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ അവൻ്റെ കയ്യാൽ സാധിക്കും. ദിസ് ഈസ് ദ കോൾ. ഓക്കെ, നൗ ലെറ്റ് മീ ടെൽ യു. മനോഹര പുഷ്പങ്ങളായിട്ട് നമുക്ക് തരാം, പക്ഷേ പുഷ്പങ്ങളുടെ ഒരു ഗാർഡനല്ല ദൈവത്തിൻ്റെ ഗാർഡൻ. ദൈവത്തിൻ്റെ പൂന്തോട്ടം പുഷ്പങ്ങളുടെ ഒരു പൂന്തോട്ടമല്ല. ദൈവത്തിൻ്റെ തോട്ടം ഇറ്റ്സ് എ ഗാർഡൻ ഓഫ് ഫ്രൂട്ട്സ്, ഫലങ്ങളുടെ ഒരു തോട്ടമാണ്. ഈ മാർഗത്തിൽ പുഷ്പങ്ങളാകുന്ന ഒരിടമുണ്ട്. പുഷ്പങ്ങളല്ല ആത്യന്തികമായിട്ട് എന്താണ്? ഫലം കായ്ക്കാൻ. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന്. വേർ ആർ ക്രൈസ്റ്റ് ട്രൂലി കോൾ, യഥാർത്ഥമായി യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവരെവിടെ? കർത്താവിൻ്റെ മുമ്പാകെ ജീവിക്കുന്നവരെവിടെ? കർത്താവിനാൽ രൂപീകരണം പ്രാപിക്കുന്നവരെവിടെ? തങ്ങളുടെ ജീവിതം കർത്താവിന് സഫലമാകുവാൻ ഹൃദയം കൊടുത്തിരിക്കുന്നവരെവിടെ? Let God raise a people in this generation. അങ്ങനെയുള്ളൊരു ജനത്തെ ഈ തലമുറയുടെ നടുവിൽ ദൈവം എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. And make sure you are there. നിങ്ങളും അതിൻ്റെ നടുവിലുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.